ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. തുടർ ഭരണം ആരംഭിക്കാനായിട്ട് DMK ഇറങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൽ നിന്ന് AIADMK ഇത്തവണ എങ്ങനെയും നേടണമെന്ന് ഇറങ്ങിയിട്ടുണ്ട്. വിസിൽ മുഴക്കി, പ്രത്യാശ മുഴക്കി, പ്രതീക്ഷകൾ മുഴക്കി TVKയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആര് വിജയിക്കുമെന്നുള്ളത് ചർച്ചയിലാണ്. പ്രവചനവും കിട്ടുന്നില്ല ആർക്കും. പ്രഡിക്റ്റബിലിറ്റിയും കുറഞ്ഞു വരുന്നു. കാരണം ഗെയിം ചേഞ്ചറായിട്ട് TVK ഈ ഒരു ഇലക്ഷനിൽ എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രത്യേകത നേടുന്നത് തന്നെയാണ്. AIADMKയും DMKയും സുപരിചിതമായിട്ട് രണ്ടുപേരുമുള്ള പോരിൽ ജയിച്ചു പോകാമെന്നിരിക്കുമ്പോൾ TVK അവിടെ വരികയാണ് വിസിൽ മുഴക്കിക്കൊണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു TVK അത് ഒരു നെടന്റെ പേരിലാണ് എല്ലാവരും വരുന്നത്, അതുകൊണ്ട് അവിടെ കൂട്ടം കൂടാനൊന്നും പോകുന്നില്ല. രണ്ടാമത് അത് കുറച്ചു കൂട്ടമല്ലേ വരുന്നു, അതുകൊണ്ടൊന്നും വോട്ടാവാൻ മാറുന്നില്ല. മൂന്നാമത് ഇത്രയും ആളുകൾ ഇനി വോട്ടായിട്ട് മാറുമോ എന്നുള്ളൊരു സംശയമായി. നാലാമത് സർവേകളൊക്കെ TVKക്ക് അനുകൂലമായി പറയുന്നു. അഞ്ചാമത് ഷെയർ വോട്ടുകൾ മാറുമെന്ന് പറയുന്നു. ആറാമത് 10-15 സീറ്റിൽ കൂടുതൽ TVK നേടുമെന്ന് പറയുന്നു. ഏഴാമത് ഈ പൊളിറ്റിക്സിലെ ഗെയിം ചേഞ്ചറായിട്ട് തളപതി വിജയുടെ TVK മാറുമെന്ന് പറയുന്നു. അപ്പോൾ തുടക്കത്തിൽ വിമർശനങ്ങളിൽ നിന്ന് മാറി ഉയർന്ന് വിപരീതങ്ങൾ നീങ്ങി അവസാനം TVKക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ പത്രങ്ങളായാലും സർവേസ് ആയാലും റിപ്പോർട്ട്സുകളായാലും പറയുന്നത്. അപ്പോൾ ഇത്രയും സാധ്യതകൾ ഇപ്പോൾ TVKക്ക് ഉണ്ടെന്ന് തന്നെയാണ് തമിഴകവും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയുള്ള ചോദ്യം, ഇത്രയും ജനക്കൂട്ടങ്ങൾ വിജയിക്ക് വന്ന പഴയത് അണ്ണാവിന് വന്ന പോലെ അല്ലെങ്കിൽ MGRന് വന്ന പോലെ വിജയിക്ക് വന്ന പോലത്തെ ഈ കൂട്ടം വോട്ടായിട്ട് മാറുമോ? ആ വോട്ട് മറിഞ്ഞ് വിജയിക്ക് CM ആകാൻ കഴിയുമോ? വിജയുടെ പാർട്ടി ഭരണം പിടിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും എല്ലായിടത്തും ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ ഒരു ഇലക്ഷനിലാണ്. കാരണം വിജയ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഗെയിം ചേഞ്ചർ ആകുമെന്നതിലും യാതൊരു സംശയവും വേണ്ട. കാരണം അത്തരം സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ വിജയ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ച് അത് എന്തുമാത്രം കാര്യങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്, സംസാരിക്കുന്നത്, സംവദിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പം വന്നവരൊക്കെ പറഞ്ഞത് വിജയ് ഇത് വിട്ടിട്ട് പോകുമെന്ന്, ഇത്രയും കടുപ്പിച്ച് വിജയ് നിൽക്കുമെന്നും ഇത്രയും ഇമ്പാക്റ്റ് വിജയ് തമിഴ്നാട്ടിൽ ഇലക്ഷനിൽ ഉണ്ടാക്കുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ ആര് ജയിക്കുമെന്നുള്ളതിൽ ഇപ്പോഴും സംശയാസ്പദമായ കാര്യങ്ങൾ തന്നെയാണ് സർവേസുകളും പറയുന്നത്. പലരും പറയുന്നു DMK ജയിക്കും, AIADMK തോക്കും, TVK നല്ലൊരു സീറ്റ് നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. പലരും പറയുന്നില്ല TVK ജയിക്കും, DMKക്ക് ഇത്തവണ പതനമായിരിക്കും, AIADMK ഒന്നും നിങ്ങൾ നോക്കണ്ട, പിന്നെ ബാക്കിയുള്ള പാർട്ടികളെ ഇതിൽ ചേർക്കണ്ട എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നാളെയാണ് ഇലക്ഷൻ, ഏപ്രിൽ 23, 2026 വ്യാഴാഴ്ച രാവിലെ 7 മണി തൊട്ട് രാത്രി 7 മണി വൈകുന്നേരം 7 മണി വരെയാണ് ഇലക്ഷൻ സമയമെന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ ആണ് അവിടുത്തെ ഇലക്ഷൻ വരുന്നത്. ഇന്ന് മൗനാചരണമാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ടുള്ള ജാഥകളോ റാലികളോ മീറ്റിങ്ങുകളോ ഒന്നും കാണില്ല. അപ്പോൾ ആര് തമിഴ്നാട്ടിൽ തൂക്കുമെന്ന് നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. DMK ആണോ, AIADMK ആണോ, TVK ആണോ? തുടർ ഭരണമായിട്ട് DMK തുടരുമോ, അതോ പ്രതിപക്ഷത്തിൽ നിന്ന് AIADMK തുടരുമോ, അതോ വിസിൽ മുഴങ്ങി TVK വരുമോ എന്നുള്ളത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് തമിഴ്നാട്ടിൽ പലരും വിജയെ പേടിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിജയുടെ ആ വരവ് പലർക്കും ചൊടിപ്പിച്ചു എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളും വന്നപ്പോൾ തന്നെ മനസ്സിലായി കാണും. പല ആൾക്കാരും വിജയ്ക്കെതിരെ ചൊറിയുന്നു, വിജയ്ക്കെതിരെ എറിയുന്നു, വിജയ്ക്കെതിരെ പറയുന്നു, വിജയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ള ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ആര് തൂക്കുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്.